ഇറങ്ങ്. വാ. അവിടെ നിൽക്ക്. ഇതിവിടെ സൂക്ഷിച്ചു വെച്ചേക്കേ. ഓക്കെ. ഹലോ, ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു സർ. എന്താ പയ്യന്റെ കണ്ടീഷൻ? ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ആ, ഞാൻ തിരിച്ച് സർവീസിൽ കയറുമ്പോ ഇത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പേടിയാ. നീ വലിയ കക്ഷിയല്ലേ, SP സാറുമായിട്ടൊക്കെ അല്ലേ നേരിട്ട് പരിചയം. ആ, പിന്നൊരു കാര്യം, അന്നത്തെ SP മാറി, പുതിയ ആള് ചാർജ് എടുത്തപ്പോ നിന്നെ വിളിച്ചിരുന്നോ, അതോ നേരിട്ട് വന്ന് കണ്ടോ? അല്ല, സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ അങ്ങനെയാണല്ലോ ശീലം. നിന്റെ കല്യാണം കഴിഞ്ഞോടി? കഴിഞ്ഞോ? ഭർത്താവിന്റെ പേരെന്തുവാ? സൂര്യ. എവിടെയെങ്കിലും കാളകൂട്ടലാണോ അതോ തെങ്ങ് കയറ്റോ? എന്താടേ അവന്റെ ജോലി? ബിസിനസ്സാ. നിന്റെ കെട്ടിയോൻ ബിസിനസ്സുകാരനാണോ? അതെങ്ങനെയാടി അതിന്റെ റൂട്ട്? രണ്ട് വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച കല്യാണം ആണോ? അല്ല സർ. പിന്നെ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് എവിടെയെങ്കിലും വെച്ച് പിടിച്ചോ? എന്നിട്ട് നിന്നെ എടുത്ത് അവന്റെ തോളി കെട്ടിവെച്ചോ? ചോദിച്ച കേട്ടില്ലടി? സർ, ഈ ചോദിച്ച ചോദ്യങ്ങളൊന്നും ആവശ്യമുള്ളതല്ല. സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് സാർ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നീ മറുപടി പറയില്ലേ? എടീ, ഒരു പാവം ചെക്കനെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച നിന്നെ ഇതിനകത്തിട്ട് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ ആശുപത്രിയിലെ റിസൾട്ട് ഒന്ന് കാണാൻ കാത്തിരിക്കുക. എന്നിട്ട് വേണം നിന്റെ FIR ഒന്ന് ഇടാൻ. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഓ, നിന്റെ കെട്ടിയവൻ. എങ്ങനെയാടി അവനെ കുടുക്കിയത്? അതിന്റെ സൂത്രവിദ്യ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചതാണോ, അതോ നിനക്ക് സ്വയം തോന്നി ചെയ്തതാണോ? സർ, എന്റെ വിവാഹം എങ്ങനെ കഴിഞ്ഞതാണെങ്കിലും അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നാ നമുക്ക് ഇപ്പൊ ഇവിടെ വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നീ എന്തിനാടി അവനെ കൊല്ലാൻ നോക്കിയത്? അവനോട് എന്തായിരുന്നു നിന്റെ പക? അവൻ എന്റെ അനിയത്തെ ഉപദ്രവിച്ചു. എന്തുപദ്രവം? അവൻ അവളെ കയറി പിടിച്ചു. കേറി പിടിച്ചു എന്ന് പറഞ്ഞാ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഈ കാവിലെ പൂരത്തിന്റെ ഇടയില് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈ തട്ടിയാ അതൊരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കൈ തട്ടിയതല്ല സർ, അവൻ കരുത്തിക്കൂട്ടി കയറി പിടിച്ചതാ. എവിടെയാ പിടിച്ചത്? പറയടി, നിന്റെ അനിയത്തിയുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താ കയറി പിടിച്ചെന്ന്? ഞാൻ പറയില്ല സർ. സാറിനോടത് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. സാർ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയല്ല എന്നെ പിടിച്ചോണ്ട് വന്നെന്ന് എനിക്കറിയാം. സാറിന് എന്നോട് പകരം വീട്ടണം. സാർ സർവീസിൽ തിരിച്ചു കയറിയ കാര്യം പറയുന്നത് എന്തോ വലിയ കാര്യം ചെയ്ത പോലെ. പോലീസുകാർക്ക് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന കാര്യം ചെയ്തിട്ടാണ് സാർ പുറത്തായെന്ന കാര്യം മറക്കരുത്. ഈ അവസ്ഥയിൽ ഇതിനകത്ത് വന്ന് നിന്നിട്ടും നിന്റെ ശൗര്യം അടങ്ങിയിട്ടില്ല അല്ലടി? ഇതിനകത്തുനിന്ന് നീ പുറത്തിറങ്ങുമ്പോഴേക്കും നിന്നെ പഠിപ്പിക്കാനുള്ള മര്യാദ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കും. നിന്നെ ഇതിനകത്തിട്ട് ഞാൻ കൊല്ലും. ഇതിന് പുറത്ത് നിന്റെ കുടുംബത്തെ മുഴുവനും. ഒരുങ്ങിയിരുന്നു.